ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ക്വാഡ് കമ്പനി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രഗ്നൻസി ജേർണി ചെയ്യാവോന്ന്. അതുകൂടാതെ ഞങ്ങളിപ്പോൾ ഷോർട്സും വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ കമൻസിലും വരുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ ഇന്നിപ്പം എങ്ങനെയൊക്കെയോ പിള്ളേരെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് ഒന്ന് ചെയ്യാനിരിക്കുകയാണ്. പക്ഷേ എത്രത്തോളം പോസിബിൾ ആവുമെന്നറിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷത്തോളം ഞങ്ങൾക്ക് ബേബീസ് ആവുന്നില്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ വേണ്ടാന്നൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ അപ്പം ഓരോ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ എൻ്റെ പാലാ സൈഡിൽ ഒരു ഡോക്ടറെ ഞങ്ങൾ കാണാമെന്ന് വെച്ച് അവിടെ ചെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു സ്കാൻ ചെയ്യാൻ. പിന്നെ ആദ്യമേ ചെറിയ രീതിയിൽ മെഡിസിൻസ് ഒക്കെ തന്നു, ഓവുലേഷനൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് നെഗറ്റീവാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ ഞങ്ങൾക്ക് ഇത്രയും ദൂരം യാത്ര ചെന്ന് സ്കാനിങ് ചെയ്യുക ഇതൊക്കെ പോസിബിൾ അല്ലായിരുന്നു. ഞങ്ങളുടെ ജോലി സ്ഥലം എറണാകുളമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയി വന്ന് ചെയ്യുന്നതൊക്കെ പാടായതുകൊണ്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലേക്ക് മാറാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ ചാച്ചന് ഒരു ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോകാമെന്ന് വെച്ച് ഞാനും ഇച്ചാനും കൂടെ റെഡിയായി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു നല്ല ഡോക്ടറെ തന്നെ കിട്ടി. ഡോക്ടർ ഷാഹിന എന്നായിരുന്നു ഡോക്ടറുടെ പേര്. അപ്പോൾ ഡോക്ടറും ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പെട്ടെന്നൊന്ന് പ്രഗ്നൻ്റ് ആവണമെന്ന്. അങ്ങനെ ഡോക്ടറെ പറഞ്ഞു, ആദ്യം തന്നെ സ്കാനിങ് ആണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ സ്കാനിങ്ങിൽ തന്നെ ഞങ്ങളുടെ സ്കാനിങ്ങിൽ തന്നെ കണ്ടുപിടിച്ചു എനിക്ക് PCOD ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ വലിയ PCOD ഒന്നുമില്ല, ചെറിയ സിസ്റ്റുകളായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ചെറിയ സർജറി വഴി അത് മാറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കൺസീവ് ആവാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് ആവണമല്ലോ. പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഒക്കെ ഒന്ന് ആലോചിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞു എന്നാൽ അത് ചെയ്യാം. അങ്ങനെ ഞങ്ങളൊരു 2 ദിവസത്തെ കാര്യമായിരുന്നു. രാവിലെ പോയി അഡ്മിറ്റായി. അന്ന് ഉച്ചയോടുകൂടി സർജറി കഴിഞ്ഞു. ഒരു ദിവസം ഞങ്ങളവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ആക്കി. കീ ഹോൾ സർജറി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി റെസ്റ്റ് ഒന്നും വേണ്ടി വന്നില്ല. 3 ദിവസത്തോളം വീട്ടിൽ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ആ ഒരു മാസത്തെ പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൺസീവ് ആവാൻ നോക്കി. പക്ഷേ അന്നേരവും നെഗറ്റീവാണ് കാണിച്ചത്. പിന്നെ ഞങ്ങൾ രണ്ടാമത് പിന്നെയും ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓവുലേഷൻ റെഗുലർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ കുറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിസിൻ തന്നു. മെഡിസിൻ തന്നിട്ട് സ്കാനിങ്ങിൽ കൂടെ ഡോക്ടർ പറഞ്ഞത് മെഡിസിൻ മാത്രം പോരാ, കുറച്ച് ഇഞ്ചെക്ഷൻസ് കൂടെ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിനും തയ്യാറായി. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാവുന്ന ഇഞ്ചെക്ഷൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ചെന്ന്, ഞങ്ങൾ താമസിക്കുന്നത് സ്വന്തം വീട്ടിലല്ലായിരുന്നു, എറണാകുളം ജോലി സ്ഥലത്ത് ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇച്ചാൻ തനിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഇഞ്ചക്ഷൻ എടുക്കണേ പോലും ഇച്ചാൻ നല്ല പേടിയാണ് ഒറ്റയ്ക്ക് എടുത്തു തരാനൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്ത ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോയി എടുക്കാനൊക്കെ പോയി. പിന്നെ ഇച്ചാൻ പ്രത്യേകം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കുറച്ചൊക്കെ ഇച്ചാനെ പൊക്കി അടിക്കണം ഈ വീഡിയോയ്ക്ക് കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞതല്ല കേട്ടോ, സത്യമായിട്ട് ഇച്ചാൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത്. സത്യം പറഞ്ഞാൽ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വരുമ്പം ഏകദേശം ഒരു 8 മണിയാവുമായിരുന്നു വീട്ടിലെത്തുമ്പോൾ. പിന്നെ ആകെ ടയേർഡായിരിക്കും. പിന്നെ ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, ഉറങ്ങാൻ സമയം തീരെ ഇല്ലായിരുന്നു. രാവിലെ തന്നെ എഴുന്നേൽക്കണം, പിന്നെ വാഷ് ചെയ്യണം ഡ്രസ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു മൊത്തം സ്ട്രെസ്സായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ അതെല്ലാം ഒന്ന് മാറ്റി നിർത്തി ഇച്ചായന് കുറച്ച് സമയമുള്ളെങ്കിലും ഞങ്ങൾ ചില ദിവസങ്ങളിൽ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പുറത്തു പോകുമായിരുന്നു. അടുത്ത് ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പോകുമായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ എക്സസൈസ് ചെയ്യുമായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം തന്നെയായിരുന്നു ആ സമയത്ത്. പിന്നെ ഇടയ്ക്ക് സിനിമ കാണാൻ പോകുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചില ദിവസങ്ങളിൽ ഇച്ചായൻ തന്നെ പറയും എനിക്ക് ഫുഡ് ഉണ്ടാക്കണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അപ്പം എനിക്ക് രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങനെ ഒരു കാര്യം തന്നെ മാറി കിട്ടുമായിരുന്നു. അങ്ങനെ നല്ലൊരു അടിപൊളി ലൈഫായിരുന്നു ക്വാർട്ടേഴ്സിലെ ഞങ്ങളുടേത്. അപ്പോഴാണ് ഞങ്ങളപ്പോൾ ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തു. ഒരു മാസത്തിൽ തന്നെ 4 വീക്കിൽ 4 ഇഞ്ചക്ഷനായിരുന്നു. അപ്പം ആ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏകദേശം ഒരു ഈസ്റ്റർ സമയമായിരുന്നു അന്നേരം. ആ ഒരു സമയത്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒരു മോർണിംഗ് ടൈമാണ് ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്തത്.
അങ്ങനെ ചെയ്തപ്പോൾ വളരെ ചെറിയ രീതിയിൽ ഒരു മാർക്ക്, എല്ലാ പ്രാവശ്യവും ഒറ്റ ഡാർക്ക് ലൈനാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ലൈൻ കാണിച്ചു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇത് എന്താണ്, ഒന്നെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഇത് ഞാനിങ്ങനെ ഈ കിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ വെച്ചതിൻ്റെ പ്രശ്നമാണോ, ഇതെങ്ങനെയാണ്, ശരിയാണോ ഒന്നും അറിയത്തില്ല. പിന്നെ ഒന്നും നോക്കില്ല. അന്നൊരു സൺഡേ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയിട്ടില്ലായിരുന്നു അന്ന്. ഇച്ചായനപ്പം ഞാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ 2 ലൈൻ കണ്ടു. അപ്പം ഈ 2 ലൈന് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു മിക്കവാറും ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാഴ്ച എന്ന് പറയുന്നത് എൻ്റെ ഫുഡിൻ്റെ രീതി ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അതായത് ഞാൻ മധുരം നന്നായി കഴിക്കുമായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ ഇച്ചായൻ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരുമ്പം എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ അലർജി ആയിരുന്നു. എനിക്ക് വേണ്ട എന്നുള്ളൊരു ഇതായിരുന്നു ഫുഡ്. എനിക്ക് മിഠായി, മധുരം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട എന്നായിരുന്നു ആ സമയത്ത്. പക്ഷേ ചോറ് കഴിക്കണം എന്നും അതിനോടത്ത് മുട്ട എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം ആണ്. അത് കൂടാതെ എനിക്ക് ഒന്നിൽ കൂടുതൽ മുട്ട കഴിക്കാനുള്ള ആഗ്രഹം, അതുപോലെ ഇറച്ചിയോട് ഇഷ്ടം, അങ്ങനെ ചോറ് ഒരുപാട് കഴിക്കുന്നു. അങ്ങനെ എന്താണെന്നറിയില്ല, ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ടും കഴിക്കാനുള്ള താല്പര്യം തോന്നി. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ ടോയ്ലറ്റ് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ചെറിയ രീതിയിൽ നടുവ് വേദന, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ കാണിച്ചു തുടങ്ങി. അപ്പം ഇച്ചായൻ പറഞ്ഞു ഇതൊക്കെ നിനക്കുണ്ടല്ലോ, അപ്പം ചിലപ്പോൾ പോസിറ്റീവ് ആയാലോ എന്ന് പറഞ്ഞു. നമുക്ക് ഒന്നും കൂടെ എന്താണേലും ടെസ്റ്റ് ചെയ്യാം, ഇനി ആ കിറ്റിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വേറെ ഒരു കിറ്റും കൂടി ഇച്ചായനുമായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം കൊണ്ടുവന്നു. ഒരുപാട് പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് സക്സസ് ആവുമെന്ന്. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം രാത്രി കിടന്ന് രാവിലെ, അതായത് ഇത് ടെസ്റ്റ് മോർണിംഗ് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുതിയ കിറ്റൊക്കെ ഞങ്ങൾ വെച്ചിട്ട് കിടന്നുറങ്ങി. പക്ഷേ സത്യം പറഞ്ഞാൽ അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ടെൻഷൻ തന്നെ, ഇത് പോസിറ്റീവാണോ അല്ലയോ എന്ന് തന്നെ. അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ തിരിഞ്ഞും മലർന്നുമൊക്കെ കിടന്നു. നേരം വെളുത്തോ ഒന്നുമില്ല. അന്നത്തെ ദിവസം ഇങ്ങനെ സമാധാനമില്ലാത്തൊരു ഉറക്കമായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ ഏകദേശം ഒരു 3 മണി സമയമൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇച്ചായനെ ഉറക്കമാണ്. അപ്പോൾ പിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാനൊന്നും പോയില്ല. അന്നേരം ഞാൻ ഈ കിറ്റുമായിട്ട് നൈസായിട്ട് പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു നീ രാവിലെ ഒരു 5 മണിക്ക് ശേഷം ചെയ്താൽ മതിയെന്ന്. പക്ഷെ എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ട് നോക്കിയപ്പം നമ്മുടെ 2ാമത്തെ ലൈന് നല്ല ഡാർക്കായിട്ട് തന്നെ വന്നു. എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് വിശ്വസിക്കാനായില്ല. എന്നാലും ഞാൻ ഇതെങ്ങനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ അതെടുത്ത് ഇച്ചായനെ പോയി വിളിച്ചു. അപ്പം ഇച്ചായൻ പറഞ്ഞു എന്നാ പറ്റി? ഞാൻ പറഞ്ഞു സക്സസ് ആയെന്ന് തോന്നുന്നു, നോക്കിക്കേ 2 ലൈൻ വന്നു. അപ്പം ഇച്ചായൻ പറഞ്ഞു നിന്നോട് ഞാൻ രാവിലെ ചെയ്യേണ്ടത് പറഞ്ഞല്ലേ, നിനക്ക് ഇത്രയും കൺട്രോൾ ഇല്ലായിരുന്നോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഒന്ന് അറിയണം എന്നുള്ളൊരു ആകാംക്ഷ, അതുകൊണ്ടാണ്. അപ്പം ഇച്ചായനും ഭയങ്കര ഹാപ്പി. ഞാൻ പറഞ്ഞു നീ അധികം പ്രതീക്ഷയൊന്നും ഇപ്പോൾ കൊടുക്കണ്ട, നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, നമുക്കൊന്ന് പ്രെയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പ്രെയർ ചെയ്തു. അപ്പം തന്നെ ഞങ്ങൾ അതിരാവിലെ ഒരു 5 മണി സമയത്ത് തന്നെ ഞങ്ങൾ ഒരു പ്രെയറൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റെഡിയായി. ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇത് എപ്പോൾ റിസൾട്ട് ആവും? അപ്പം അവർ പറഞ്ഞു ഒരു വൈകുന്നേരം ഈവനിങ് ടൈം ആവും, ഇതിൻ്റെ ഈവനിങ് ഒരു 3 മണി സമയം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇച്ചാൻ എന്നെ ജോലി സ്ഥലത്താക്കി, ഇച്ചാനും ജോലിക്ക് പോയി. അന്നത്തെ ദിവസം ഞാൻ ജോലിയിൽ എങ്ങനെ ഇരുന്നെന്ന് എനിക്കേ അറിയുള്ളൂ. റിസൾട്ട് വന്നു. ജോലി ചെയ്യാൻ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഫ്രണ്ട്സിനോട് ആരോടും ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ വീർപ്പൂട്ടിയിരിക്കുകയാണ്. ഇച്ചാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് ഞാൻ ചോദിക്കും റിസൾട്ട് വന്നോ? അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇച്ചാൻ എന്നെ ഫോൺ വിളിച്ചു. വീഡിയോ കോളായിരുന്നു. റിസൾട്ട് വന്നെന്നൊക്കെ പറഞ്ഞ്. അപ്പം പറഞ്ഞു എന്തായി എന്ന് പറഞ്ഞപ്പോൾ ഇച്ചായന് പറ്റിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നമ്മുടെ ആഗ്രഹം സക്സസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരത്തെ എൻ്റെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇച്ചായൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും ജോലിയൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് വീട്ടിൽ വിളിച്ചറിയിക്കാമെന്ന് ഇച്ചായൻ പറഞ്ഞു. പെട്ടെന്ന് കയറി ആർക്കും മെസ്സേജ് അയക്കുകയൊന്നും ചെയ്യില്ലെന്ന് ഇച്ചായൻ തന്നെ പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പം ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് ആദ്യം തന്നെ എൻ്റെ ഇച്ചായൻ്റെ വീട്ടിലേക്ക് വിളിച്ചു.
അവിടെ വിളിച്ചപ്പം അമ്മയോടും ചാച്ചനോടും ഇത് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ സന്തോഷം നമുക്ക് അറിയാലോ. അവര് ഒരുപാട് സന്തോഷിക്കുന്ന കൂട്ടത്തിൽ അവർക്ക് മനസ്സിൽ എപ്പോഴും പ്രയറാണ്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ ഒത്തിരി സന്തോഷിക്കല്ലേ, നമുക്ക് പ്രാർത്ഥിക്കുക, ഒന്ന് ഒരു 3 മാസമെങ്കിലും ആവട്ടെ, എന്നിട്ട് നമുക്ക് സന്തോഷം മതി. അവർക്ക് ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ അവര് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല. അവര് പറഞ്ഞ് പ്രയർ ചെയ്യാനാണ്. രണ്ടാമത് പിന്നെ ഞങ്ങളെ അനിയനെയും അനിയത്തെയും വിളിച്ചു. ഞങ്ങള് ഗ്രൂപ്പ് കോളാണ് ചെയ്ത്. എന്താണെന്നറിയില്ല, അനിയത്തിക്ക് ഭയങ്കര സന്തോഷം. അവള് കരയുകയൊക്കെ ചെയ്തു. അങ്ങ് വിശ്വസിക്കാനാവുന്നില്ല, റിയലി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അനിയനോട് പറഞ്ഞു, അനിയനും ഹാപ്പി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ വിളിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ വിളിച്ച് മമ്മിയോടും പപ്പായോടും അനിയത്തിയും ഉണ്ടായിരുന്നു. എല്ലാവരെയും, ചേച്ചിമാരെ എല്ലാവരെയും വീഡിയോ കോളിൽ കൂടെ തന്നെ പറഞ്ഞു കാര്യങ്ങൾ. എല്ലാവരും ഹാപ്പിയാണ്. ഇനി എല്ലാവരും പറഞ്ഞത്, ഇനി അടുത്ത സ്കാനിങ്ങിൽ നമുക്ക് ബാക്കി വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ഡോക്ടറെ കാണാൻ ചെന്നു. സ്കാനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻസി കൺഫേം ആണ്, പോസിറ്റീവാണ്. പക്ഷെ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് സാക്ക് ഒന്നും കാണാൻ ആയിട്ടില്ല, അതിനുള്ള സമയം ആയിട്ടില്ല. പോസിറ്റീവാണ്, ബ്ലഡിൽ കൗണ്ട് ഓക്കെയാണ്. അപ്പം നിങ്ങളൊരു 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞാനും ഇച്ചായനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ അന്ന് രാത്രി ഞങ്ങളങ്ങനെ സന്തോഷത്തോടെ വീട്ടിൽ തന്നെ, ഞങ്ങൾ ക്വാർട്ടേഴ്സിലല്ല നിന്നത്, ഞങ്ങൾ ഇച്ചായൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. സന്തോഷ ദിവസമാണ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് ഇച്ചായൻ ജോലിക്ക് പോയി. അന്ന് എനിക്കൊരു ഉച്ചയോട് കൂടി എനിക്ക് ഭയങ്കരമായിട്ടും വയറ് വേദനിക്കാൻ തുടങ്ങി, നടുവേദന തുടങ്ങി, ഭയങ്കരമായ ഒരു വയറുവേദന. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഇനി ഇത് പോവോ അതോ വേറെ എന്തെങ്കിലും ആണോ, ഇതിൻ്റെ ലക്ഷണമാണോ, ഒന്നും അറിയത്തില്ല, ഇതേപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ സബൈൻ ഹോസ്പിറ്റലിലെ മെറ്റേണിറ്റി കൗൺസിലേഴ്സ് ഉണ്ട്, അപ്പോൾ അവരുടെ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞ് അവർക്ക് കൃത്യം അറിയത്തില്ല, അപ്പോൾ നിങ്ങൾ വന്ന് എത്രയും വന്ന് ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്തു, ഇങ്ങനെ വയറുവേദനയൊക്കെ വരുമ്പം വെച്ചോണ്ടിരിക്കേണ്ട, വന്നോളാൻ പറഞ്ഞു. അപ്പം ഇച്ചാൻ ആ സമയത്ത് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം എങ്ങനെയാണ് ആരുടെ കൂടെ പോകുന്ന ടെൻഷനായി. അപ്പം പെട്ടെന്ന് തന്നെ അമ്മ പറഞ്ഞു, നമുക്ക് ഒട്ടും വൈകിക്കണ്ട, പോയേക്കാം. അങ്ങനെ അമ്മയും അനിയനും കൂട്ടി ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ ഹോസ്പിറ്റലിൽ പോയി. ചെന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്കാനിങ് പറഞ്ഞു. സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ നോർമലി ഇങ്ങനെ പെയിൻ വരുന്നതൊക്കെ ഈ സാക്ക് ചിലപ്പോൾ ട്യൂബിലായിരിക്കും വളരുന്നത്, അങ്ങനെയൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. ട്യൂബിൽ വളർന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവുമെന്ന് എൻ്റെ അടുത്ത സംശയം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ട്യൂബിൽ വളർന്നാൽ നമുക്കത് എടുത്ത് യൂട്രസിലേക്ക് മാറ്റാൻ പറ്റും, പക്ഷെ ചിലപ്പോൾ അത് സക്സസ് ആവാതെ വരും, ചിലപ്പം പോകാം, ചിലപ്പം ട്യൂബിലായിരിക്കില്ല, ഇതിൻ്റെ ലക്ഷണമായിരിക്കും. ഇതൊന്നും ഡോക്ടർക്ക് കൃത്യം പറയാൻ അന്നേരം പറ്റത്തില്ല. നമുക്ക് എന്താണേലും ഒരു 1.5 മാസത്തെ സ്കാനിങ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് മരുന്നൊന്നും തന്നില്ല. ഇതാണ് ഇതിൻ്റെ ട്യൂബിലാവാനാണ് വഴി, ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു ഇങ്ങനെ വരുന്നത്. അന്നോട്ട് എനിക്ക് തോന്നുന്നു ഒരു 1.5 ആഴ്ച വരെ ഞങ്ങൾ ആ സ്കാനിങ് ആവുന്നവരേക്കും ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ട്, എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല, ഭയങ്കരമായിട്ടും പ്രാർത്ഥന തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു ബലം. അങ്ങനെ ഞങ്ങൾ അത്രയും ദിവസം കടന്നുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ജോലിക്ക് പോകുമ്പം ഞങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇച്ചായൻ എന്നെ രാവിലെയും വൈകിട്ടും എല്ലാം അന്ന് കൂട്ടുമായിരുന്നു. പിന്നെ ഫുഡൊക്കെ നല്ല ഫുഡുകൾ മാത്രം സെലക്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അതുവരെ കാണുന്നതെല്ലാം വലിച്ചു വാരി കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷേ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും നല്ല നട്ട്സ് എല്ലാം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങൾ തുടങ്ങി. വെള്ളമൊക്കെ ആവശ്യത്തിന് കുടിച്ചു. അങ്ങനെ ഒരു നല്ലൊരു ടൈമിംഗ് ആയിരുന്നു ആ സമയം. അങ്ങനെ ഞങ്ങൾ 1.5 ആഴ്ച കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് വെച്ചു. ഞാനും ഇച്ചാനും കൂടെ പോയി. അവിടെ ചെന്നപ്പം സ്കാനിങ്ങിന് കയറ്റി. അത്യാവശ്യം സമയമായിട്ടുണ്ട്, നമ്മുടെ സാക്ക് കാണാൻ പറ്റുന്ന ഒരു നേരമായി. അപ്പം പിന്നെ സ്കാനിങ് കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെയുള്ള നേഴ്സുമാരും ഡോക്ടറും എല്ലാം ഭയങ്കര ചിരി. എന്താണെന്ന് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ട് സ്കാനിങ്ങിന് പോകുന്നത്. അപ്പം ഇവർ ഭയങ്കര ചിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നുണ്ട് ABCD എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ABCD എന്താണ്? ഞാനിങ്ങനെ ഡോക്ടർ പറഞ്ഞ പല വേർഡുകളും എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കും, പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് ഗൂഗിളിൽ നോക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതെല്ലാം അവസാനമായപ്പോഴത്തേക്കും ഓർത്ത് വെച്ചെല്ലാം മറന്നുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ABCD എന്ന് പറയുന്നത് 4 ബേബീസാന്നുള്ള കാര്യം ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു.
4 ബേബീസ് ആണെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമാണ്. വേറെ കൂടുതൽ ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തിരിച്ച് ചോദിക്കാനും ഉള്ള ആ ഒരു ബോധം അന്നേരം വന്നുമില്ല. അന്നേരത്തെ ആ ടെൻഷനും ഇത് എന്നതാണെന്നോ ഞാൻ ട്വിൻസ് എന്നേ ഇത് എൻ്റെ ലൈഫിൽ കേട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത് കേട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചായന് വാതൊക്കെ തന്നെ ഉണ്ട്. എന്താ സംഭവം, കുഴപ്പമുണ്ട്, ട്യൂബിലാണോ, ഇതാണ് ഇച്ചാൻ്റെ ടെൻഷൻ. പുറത്തിരുന്ന് ഇച്ചാൻ ട്യൂബിലാവല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ടെൻഷൻ കുറച്ചോ, ട്യൂബിലല്ലെന്ന് പറഞ്ഞു. അപ്പം ആദ്യം ആശ്വാസമായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചാനോട് ചോദിച്ചു എത്ര ബേബീസ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു 2 ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ഒന്നുമല്ല, എത്ര ബേബീസ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു പോടി, നീ ഇപ്പോൾ കളിക്കാതെ കാര്യം പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ കൂടുതൽ അങ്ങോട്ട് ടെൻഷൻ ഒന്നാക്കാൻ ഞാൻ പോയില്ല. 4 ബേബീസാന്ന് പറഞ്ഞു. ഇച്ചാൻ ആദ്യം വിശ്വസിക്കുന്നില്ല. നീ തമാശ പറയല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമാശ പറയല്ലേ. ഇച്ചായ തമാശയല്ല, 4 പേരാണ്, 4 ബേബീസാണ്. നീ അല്ലേ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറെ ഇനി വിശ്വസിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ കയറി. കയറാൻ പോയില്ല, അപ്പോഴേക്കും ഞങ്ങൾ വെയിറ്റിങ്ങിലുണ്ട്. ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ സമയത്ത് എന്താ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വെച്ചാൽ വിശ്വസിച്ചു. ഞങ്ങൾ അപ്പം തന്നെ ഇച്ചാൻ പോയിട്ട് പ്രയർ തപ്പി ഡോക്ടറെ കണ്ട് ഇറങ്ങുന്നവരേക്ക് ഇതിങ്ങനെ മനസ്സിൽ ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ കയറുന്നത്. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു 4 ബേബീസാണ്, പക്ഷേ നല്ല ഹൈ റിസ്ക് ആണ്, ഇതേപ്പറ്റി നിങ്ങൾക്ക് അറിയാമോയെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. ഡോക്ടർ പറഞ്ഞു ഈ 4 ബേബീസ് എന്ന് പറയുമ്പം എത്രത്തോളം 9 മാസം കൊണ്ടുപോകാൻ പറ്റുമോ ഇതൊന്നും നമുക്ക് ഉറപ്പില്ല. മാത്രമല്ല ഇനിയിപ്പം അടുത്ത 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ഈ 4 ബേബീസിൽ ചിലപ്പോൾ 2 പേര് ഇല്ലാതാവാം, ചിലപ്പം 4 ബേബീസിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതാവാം, ചിലപ്പം ഒരു ബേബിക്ക് മാത്രമേ ഹാർട്ട് ബീറ്റ് ഉള്ളൂ. അങ്ങനെ പല പല കാരണങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് 4 കേട്ടപ്പോൾ ഉള്ള സന്തോഷം ഡോക്ടറെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലെന്നായി. എന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾക്ക് ആരോടിത് പറയും? ഇതിന് ഞങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ ക്വാർട്ടർപ്ലെക്സ് എന്നായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഈ വാക്ക് ഞങ്ങൾ കേൾക്കുന്നത്. ഞങ്ങൾ ഗൂഗിളെടുത്തു, ക്വാർട്ടർപ്ലെക്സ് ഉള്ളവരുണ്ടോ എന്ന് നോക്കുമ്പം നമ്മുടെ ഈ പ്രദേശത്തെങ്ങും ഇങ്ങനൊരു സംഭവമേ ഇല്ല. നോക്കുമ്പോൾ വിദേശത്താണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പം നമുക്കിത് പറ്റുമോ? വലിയ പ്രതീക്ഷകളൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഡോക്ടർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ 2 മുഖം കണ്ടിട്ട് ഡോക്ടർക്ക് തന്നെ വിഷമായി തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിങ്ങനെ ടെൻഷൻ ഇത്ര ആവേണ്ട കാര്യമില്ല, ഇത് നമുക്ക് സക്സസ് ആയ ചരിത്രവും ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ തന്നെ ഇത് ഒരു 15 വർഷം മുന്നേ ഇതുപോലെ 4 ബേബീസ് ഉണ്ടായ സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് എന്താണേലും ഒത്തിരി നെഗറ്റീവ് അങ്ങോട്ട് അടുപ്പിച്ചില്ല, പോസിറ്റീവായിട്ട് തന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് 4 പേരെ കൊണ്ടുപോകാം. ഈ ഡോക്ടറാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. 4 പേരെയും കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡൊക്കെ കഴിക്കുക, ചിലപ്പം നിങ്ങൾക്ക് 4 പേരെയും കിട്ടാനാണെങ്കിൽ 4 പേരെയും കിട്ടും, ചിലപ്പോൾ പോകാനാണെങ്കിൽ പോവും, അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, കുറേയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണെന്നുള്ള കാര്യം കൂടെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ ഞങ്ങളോട് പറഞ്ഞു എന്താണേലും നിങ്ങളിപ്പം ആലോചിക്കുക, നന്നായിട്ട് ആലോചിച്ച് ഒന്നെങ്കിൽ 4 പേരെ കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ 2 പേരെ കളയണം, അല്ലെങ്കിൽ നമുക്ക് അതെങ്ങനെയാണെന്നുള്ള കാര്യം 3-ാം മാസമല്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങിൽ പറയണമെന്ന് പറഞ്ഞു. എങ്കിൽ മാത്രമേ നമുക്ക് അത് കഴിഞ്ഞിട്ട് 3-ാം മാസത്തിൽ നമ്മുടെ ബേബീസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ യൂട്രസിനെ ഒരു സ്റ്റിച്ച് ചെയ്യുന്നൊരു പ്രൊസീജിയറുണ്ട്, സെർവിക്കൽ എൻസർക്കുലേഷൻ എന്നാണ് പറയുന്നതിന്, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ചാച്ചനെയും അമ്മേനെയും വിളിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞു. അവരോട് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു നിങ്ങൾ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നമുക്ക് ദൈവം തന്ന ദാനമാണല്ലോ 4 മക്കൾ. അപ്പോൾ ഈ 4 കുഞ്ഞുങ്ങളെയും നമ്മൾക്ക് കിട്ടി എന്ന് വിചാരിച്ചേക്കുക, നമുക്ക് ഇനി അത് കളയുക എന്നുള്ള ഒരു ചിന്തയെ വേണ്ട. കാരണം നമ്മൾ അതിൽ നിന്ന് 1-നെയോ അല്ല 2-നെയോ കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബാക്കി 2 പേരെ എപ്പോൾ വേണമെങ്കിലും പോകാം, ചിലപ്പോൾ ജനിച്ചു കഴിഞ്ഞിട്ടാവാം, ജനിക്കുന്നതിന് മുന്നേ പോകാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യക്കുഞ്ഞ് നമ്മുടെ ഉദരത്തിൽ വന്നു കഴിഞ്ഞു, അവർക്ക് ജീവനുള്ള മനുഷ്യക്കുഞ്ഞാണ്, അവർ നമ്മൾ കൊല്ലുന്നതിന് തുല്യമാണ് കളയുക എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല, 4 പേരും വേണം തന്നെ. അപ്പം തന്നെ ഞങ്ങൾ തീരുമാനം എടുത്തു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ 4 വേണം തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഹാപ്പിയായി. അപ്പം തന്നെ ഞങ്ങൾ ആ വിഷമ മൈൻഡെല്ലാം മാറ്റി. ഞങ്ങൾക്ക് 4 ബേബീസ് ഉണ്ട്, ഇനി എങ്ങനെ അവർക്ക് വെയിറ്റ് കൂട്ടിയെടുക്കണം, അങ്ങനെയുള്ള ചിന്തകൾ ഞങ്ങൾ ഒരുപാട് കാട് കയറി അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങി. വണ്ടിയിലിരുന്ന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സന്തോഷത്തോടെ പറയാൻ തുടങ്ങി. ഇനിയിപ്പം ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, ഇത് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് എൻ്റെ വീട്ടിൽ അറിയിക്കാമെന്ന് വെച്ചിട്ട് മമ്മീനെ വിളിച്ചു.
മമ്മിയെ വിളിച്ചിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി സ്കാനിങ് കഴിഞ്ഞു, 4 പേരാന്ന് ചാടിക്കയറി പറഞ്ഞു. അപ്പോൾ മമ്മി ചോദിച്ചു, 4 നീ കളിക്കല്ലേ, ചിരിക്കൂ, ഭയങ്കര ചിരി. അമ്മ പറഞ്ഞു, തന്നെ ആടുകൾക്കൊക്കെയാണല്ലോ ഇത് കേട്ടിട്ടുള്ളത് 4 എന്നൊക്കെ, നീ ശരിക്കും പറയുന്നതാണോ എന്ന് ചോദിച്ചു. അതെ മമ്മി, 4 പേരാണ്, 4 ബേബിയാന്ന് പറഞ്ഞു. മമ്മി ഭയങ്കര ചിരി തന്നെ. അപ്പോൾ ഇനിയിപ്പം എങ്ങനെയാ ഡോക്ടർ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞതെന്നെല്ലാം ഞാൻ മമ്മിയോട് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, ഓക്കെ, റെസ്റ്റ് എടുക്കുക, നമുക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ട, നമുക്ക് കിട്ടിയതാണ് 4 ബേബീസ്, അപ്പോൾ ആ 4 പേരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയുള്ള തീരുമാനമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. 3-ാം മാസം ആയപ്പോഴത്തേക്കും, 3-ാം മാസം വരെ ഞങ്ങൾ വീട്ടിലിവിടെ ചേർത്തലയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. ഇവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സന്തോഷവും എനിക്കൊരു സമാധാനവും, മൊത്തത്തിൽ ഞാൻ ഹാപ്പി ആയിരിക്കുക, എനിക്ക് നല്ല ഫുഡ് എനിക്കിഷ്ടമുള്ളത് ചോദിച്ച് വാങ്ങി കഴിക്കാനൊക്കെയാണ് എൻ്റെ മമ്മിയുടെ അടുത്താകുമ്പോൾ കുറേ കൂടെ എളുപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിൻ്റെ സന്തോഷം ഏതാണോ അതനുസരിച്ച് നീ തിരഞ്ഞെടുത്തു, നിനക്ക് പാലായി നിൽക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോയി. ജോലി അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഈ ജോലി സ്ഥലത്ത് നമുക്ക് 6 മാസം കഴിഞ്ഞ് ജോലിക്ക് തിരിച്ച് കയറാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അത് പോസിബിൾ അല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. 4 ബേബീസ് ആയി കഴിഞ്ഞാൽ ജോലിയൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ ജോലിയിൽ നിന്ന് ഉള്ള റിസൈനൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾ നല്ല റെസ്റ്റൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയൊരു കുഞ്ഞു വയറൊക്കെ, വയറെന്ന് പറയാനില്ല, എന്നാലും 4 ബേബീസ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് 3-ാം മാസമായപ്പോൾ തന്നെ വലിയ വയറായെന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഞാൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എല്ലാവരും കാണിക്കും, ചെറിയ വയറ് വെച്ച് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അത്യാവശ്യം ലെങ്തി വീഡിയോ ആയതുകൊണ്ട് എൻ്റെ 3-ാം മാസം തൊട്ടുള്ള എനിക്കുണ്ടായ മാറ്റങ്ങളും അനോമലി സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളും പിന്നെ ലേബർ റൂമിലുണ്ടായ എൻ്റെ വിശേഷങ്ങളും ബേബീസ് തന്ന അനക്കങ്ങളെ പറ്റിയൊക്കെ അടുത്ത പാർട്ട് 2-ൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.